ഇതാ രാവിലത്തെ മുറ്റ തൂക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇതും വരുന്നതിന് മുന്നേ തന്നെ വേഗം വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. കാരണം ഞാനും കൂടി ഒപ്പം പോകാനുള്ളതുകൊണ്ട് എനിക്കും ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് സെറ്റ് ആവാനുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ അല്ലേ, പുതിയ സ്കൂളല്ലേ, അമ്മച്ചി കൂടെ പോരട്ടോ എന്നുള്ള നിർബന്ധമാണ്. എന്തായാലും ഞാനൊന്ന് പോയി കൊടുക്കാമെന്ന് കരുതി. എനിക്ക് അവൾക്ക് വഴിയൊന്നും കറക്റ്റ് അറിയില്ലെങ്കിലോ എന്ന് കരുതി. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് പോയാൽ മതി. അപ്പോൾ ഞാനാണെങ്കിൽ കടലേ ചെറുപയർ ഒന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പിന്നെ ഉരുളക്കയും കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി ഒക്കെ ഒന്ന് ടൈം ടേബിൾ കറക്റ്റാണ്. രാവിലെ എന്തെങ്കിലും രാത്രി കടലൊക്കെ വെള്ളത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് കറിയാക്കാമല്ലോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ എനിക്കൊരു നാക്കിൽ എത്തിയിട്ടില്ല കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെയായിട്ട് ഉണ്ടാക്കുക. ഒറ്റ കുക്കറിലായതുകൊണ്ട് ഒറ്റ വിസിലടിച്ച് നമ്മൾ കറി അവിടെ റെഡി ആവും. പിന്നെ ഞാൻ കുറച്ച് പൊടിയെടുത്ത് വാട്ടിയിട്ടോ. പത്തിരി ഉണ്ടാക്കാനായിരുന്നു. ഇതും പത്തിരി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പത്തിരി തന്നെ ആക്കാമെന്ന് കരുതി ഇതാ 2 ഗ്ലാസ് പൊടി എടുത്തിട്ട് പത്തിരി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടോ. പരത്തി ചുട്ട് വന്നപ്പോഴേക്കും ഇതും വന്ന് ചുടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവൾ മദ്രസ ഇട്ട് വന്നു വേഗം. പിന്നെ ചുട്ടത് വേഗം 2-3 അവൾക്ക് വേഗം കൊടുത്തു കേട്ടോ. പിന്നെ പ്ലേറ്റ് കറിയൊക്കെ പാർന്ന് കൊടുത്ത് അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം പോയി റെഡിയാക്കി നോക്കി വന്നു. ഓൾക്കുള്ള ഡ്രസ്സൊക്കെ ഇസ്തിരി ഇട്ട് കൊണ്ട് ഇന്നിപ്പോൾ കളർ ഡ്രസ്സല്ല, എന്നാലും കളർ ഡ്രസ്സാണ് കേട്ടോ ഇടാൻ പറഞ്ഞത്. യൂണിഫോം ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കളർ ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ എല്ലാവരും യൂണിഫോം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. തയ്ച്ച് കിട്ടാത്തവരുണ്ടെങ്കിലോ അങ്ങനെ പുതിയത് വാങ്ങാത്ത അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ഇതുണ്ട്, ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതും പറഞ്ഞു നമുക്ക് കുറച്ച് ദിവസം കളർ ഡ്രസ്സ് ഇടാൻ പറ്റിയ പിന്നെ ഇടാൻ പറ്റൂലല്ലോ പറഞ്ഞു. ഒറ്റ ദിവസം പോലും കളർ ഡ്രസ്സ് ഇല്ലാട്ടോ, എന്നും യൂണിഫോം തന്നെ. അങ്ങനെ അവൾ ഡ്രസ്സൊക്കെ ഇട്ട് മൊക്കനൊക്കെ ഇട്ട് വന്നപ്പോൾ കുഞ്ഞിപ്പാത്തും ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ നല്ല ചുരുക്കുണ്ടെന്നപ്പോൾ കുറവായിട്ട് അങ്ങനെ ഞങ്ങൾ 2 ഇതാ വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോണ വഴി കേട്ടോ, ചുറ്റുഭാഗം അപ്പുറം ഇപ്പുറമൊക്കെ വീടുള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാതെ പറഞ്ഞേക്കാം കേട്ടോ. പിന്നെ അവിടെ നിന്നൊക്കെ കുട്ടികളുണ്ട്. എന്തിന് ആ സ്കൂൾക്ക് തന്നെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. മോളും നീനൊക്കെ ഇവിടുന്ന് തന്നെ കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുന്നൊക്കെ ഉണ്ട്, അതൊക്കെ കയറി നമ്മളവിടെ എത്തി. അങ്ങനെ അവൾ ക്ലാസ് റൂമിലാക്കി. ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങളിപ്പോൾ പറഞ്ഞേക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ.